നിങ്ങൾ അറിഞ്ഞിരിക്കും പോലെ കഴിഞ്ഞ ചില ആഴ്ചകൾ ഫ്ലോറിഡയിലും പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇടപെട്ടതുകൊണ്ട് മൂന്ന് സൺഡേയിൽ കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിലായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഇതുവരെയും ദൈവസന്നിധിയിൽ ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാൻ, സങ്കീർത്തനം ധ്യാനിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് കൃപ നൽകിക്കൊണ്ടിരുന്നല്ലോ. അല്പസമയം കൂടെ ദൈവസന്നിധിയിലായിരിക്കും. നമ്മൾക്ക് അനുഗ്രഹമായിരിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വേദഭാഗം വായിച്ച് നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വായിക്കാം. വായിക്കാം. മതി. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ഒന്നാമത്തെ പള്ളിയിലെ പ്രസംഗത്തിൽ എടുത്തുദ്ധരിച്ച വേദഭാഗമാണിത്. ലൂക്കോസ് 4:21 നമുക്കിത് കാണുവാൻ കഴിയും. കർത്താവിന് തന്നെക്കുറിച്ചുള്ള ഉദ്ദേശം, ദൗത്യം നന്നായിട്ട് അറിയാമായിരുന്നു. എന്തിനാണ് പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ അവിടെ കാണുന്നത്. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരവും പ്രസിദ്ധമാക്കുവാൻ, ദുഃഖിതരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാൻ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകത്തുള്ളൂ. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ടു പ്രിസണേഴ്സ്, തടവുകാർക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ഇവിടെ പറഞ്ഞ 2 വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. യഹോവയുടെ പ്രസാദ വർഷം ഘോഷിക്കുവാനും ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനുമാണ് ദൈവം എന്നെ അയച്ചത്. പക്ഷെ ഈ 2 വാക്കുകളുടെയും ഇടയിൽ വലിയ ഒരു ഡ്യൂറേഷൻ ഉണ്ട്, വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. കർത്താവിന്റെ ഒന്നാമത്തെ വരവാണ് പ്രസാദ വർഷം ഘോഷിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് യഹോവയുടെ പ്രസാദ വർഷത്തിലാണ്. എന്നാൽ അവന്റെ പ്രതികാര ദിവസമുണ്ട് എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഇപ്പോഴല്ല, ദൈവസഭ ഇവിടെ നിന്നും മാറ്റപ്പെട്ട ശേഷമാണെന്ന് നമ്മൾ തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇവിടെ നമ്മൾ വായിച്ച ഒരു ഭാഗം, തടവുകാർക്ക് സ്വാതന്ത്ര്യം നൽകുക. ഈ സ്വാതന്ത്ര്യം നൽകുക, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി ഹമാസും ഇസ്രായേലുമായിട്ട് വലിയ ഒരു സംഘർഷം, യുദ്ധം നടക്കുകയാണ്. ആരെല്ലാം വിചാരിച്ചിട്ടും അതിന് അവസാനം ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾക്കറിയാം.
പ്രതീക്ഷിക്കാത്ത സമയത്ത് പലസ്തീനികൾ അല്ലെങ്കിൽ ടെററിസ്റ്റുകൾ കയറി വന്ന് ഇസ്രായേലിൽ ചിലരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ആ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരെ പ്രിസണേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നവരെ വിട്ടുതരിക എന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രമാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. പക്ഷേ ആ പിടിച്ചുകൊണ്ടുപോയവരവരെ വിട്ടുകൊടുക്കത്തില്ല. അതിന് പകരം അനേകായിരം ആളുകൾ കൊല്ലപ്പെട്ടു. എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും ഞങ്ങളുടെ തടവുകാരെ വിട്ടയക്കുന്നവരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നുള്ള ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേലും അവരുടെ പ്രധാനമന്ത്രിയും നെതന്യാവും മറ്റും മുമ്പോട്ട് തന്നെ പോവുകയാണ്. അതാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അനേക പ്രാവശ്യം അവര് തടവിലായി പ്രവാസത്തിൽ പോയിട്ടുണ്ട്. അവര് ജനത്തെ മുഴുവനും മിസ്രൈമ്യ അടിമത്വത്തിലേക്ക് വിട്ടതിനെ കുറിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാബിലോണ്യ പ്രവാസത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അസീറിയൻസ് വന്നവരെ പ്രവാസികളായി കൊണ്ടുപോയത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ അനേക പ്രാവശ്യം അവര് പ്രവാസത്തിൽ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവര് തടവിൽ പോയത്? ഇവര് പ്രവാസത്തിൽ പോയത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഇവരെ തടവിൽ ഇട്ടേക്കാനായിട്ട് ഉദ്ദേശമുണ്ടോ? ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ഈ കാര്യങ്ങളാണ് എൻ്റെ ചിന്തയിലൂടെ കടന്നുപോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അതിലെ ചില വാക്യങ്ങൾ വായിച്ചിട്ട് ചുരുക്കമായി നമ്മൾ ഷെയർ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വേറൊരു വാക്യം നമുക്ക് വായിക്കാം. 42-ാം അധ്യായം, ഐസയാ ചാപ്റ്റർ 42 വേഴ്സ് 22. 22-ാം വാക്യം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നു പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടിവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. അതെ, ഇപ്പൊ ഈ ഇസ്രായേലിനെ കുറിച്ച് പ്രവാചകൻ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. ഇവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. They are in a pit without water. That place is not a comfortable one. ഒരു ആശ്വാസമുള്ളിടമല്ലത്, ഒരു സ്വൈര്യമുള്ളിടമല്ല. അവര് കുഴിയിലും കാരാഗ്രഹത്തിലുമൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ദൈവത്തിന് എന്താ ഇഷ്ടം? അവര് അങ്ങനെ കിടക്കണമെന്നാണോ? കിടക്കട്ടെ എന്നാണോ ദൈവം വിചാരിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ആരും അവരെ വിടുവിക്കുന്നില്ലെന്ന്. 22-ാം വാക്യം. അവർ കവർച്ചയായിപ്പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായിപ്പോയി, മടക്കിത്ത എന്ന് ആരും പറയുന്നില്ല. നെതന്യാഹു ആ ടെററിസ്റ്റിനോട് പറയുകയാണ്, ഞങ്ങളുടെ തടവുകാരെ മടക്കിത്ത, ഞങ്ങൾ യുദ്ധം നിർത്തിയേക്കാം. മടക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ അവസാനം വരെ ആരെയെല്ലാം കൊല്ലേണ്ടി വന്നാലും ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയാം മടക്കി തരിക. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഈ ജനത്തെ മടക്കി തരാനും വിടുവിക്കാനും ആരുമില്ല. ഇത് കേവലം ഒരു അക്ഷരികമായ ഒരു പ്രവാസത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. സ്പിരിച്വലായി നാം ചിന്തിക്കുമ്പോൾ
ഇസ്രായേൽ മക്കൾ കവർച്ചയായി പോയതുപോലെ മനുഷ്യരുടെ പേഴ്സണാലിറ്റിയെ കവർച്ച ചെയ്യുന്നതായ ആ ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. അവർക്ക് വേണ്ട വിധത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല, സന്തോഷിക്കുവാൻ കഴിയുന്നില്ല, ഒരു സ്വൈര്യമില്ലാത്ത അനുഭവമാണ്. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിച്ചത്, അവരെ വിടുവിക്കാനാണ് ഞാൻ വന്നേക്കുന്നത്, അവർക്കൊരു വിഷണ്ണ മനസ്സുണ്ട്. അതിന് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്. അതൊരു സ്പിരിറ്റാണ്. എന്താ കാരണമെന്ന് അറിയത്തില്ല, ദുഃഖമാണ്, കരയാൻ തോന്നുകയാണ്, ആശ്വാസമില്ല, സ്വാതന്ത്ര്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്തോ നോക്കിയോ നിർബന്ധിക്കപ്പെടുകയാണ്, തടവിലാണ്, എന്നെ ബദ്ധനാക്കി കൊണ്ടുപോയിരിക്കുകയാണ്. അതാണ് ജനത്തിന്റെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ ആരെ ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആത്മീയ അർത്ഥത്തിലേക്ക് ഞാൻ വരും. ഇതിന്റെ ചരിത്രഭാഗം കൂടുതൽ പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ ഇവർക്ക് ഇങ്ങനെ ഭവിച്ചെന്ന്. അതൊന്ന് ഓർത്ത് നോക്കാം. 24 വാക്യം, യെശയ്യാവ് 42:24 വാക്യം. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവൻ അതെ യഹോവ തന്നെയല്ലോ. അവനോട് നാം പാപം ചെയ്തു പോയി. അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവന്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുണ്ട്. മതി. അപ്പം അതുകൊണ്ട് അവന്റെ ഉഗ്ര കോപവും യുദ്ധകാഠിന്യം അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവരത് അറിഞ്ഞില്ല. അതവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. അപ്പൊ ആരാണ് ഇവരെ ഈ പ്രവാസത്തിലേക്ക് വിട്ടുകൊടുത്തത്? ഈ ജനം കവർച്ചയായി പോകാനും മോഷ്ടിക്കപ്പെടാനൊക്കെ കാരണം എന്താണ്? സ്തോത്രം. അതിന് കാരണം ദൈവം തന്നെയാ. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവൻ ആരെ? യഹോവയായ ദൈവം തന്നെയല്ലോ. യഹോവ തന്നെയല്ലോ. അവനോട് അവര് പാപം ചെയ്തു. അവന്റെ വഴികളിൽ അവര് നടന്നില്ല. അവർക്ക് നടപ്പാൻ മനസ്സില്ലായിരുന്നു. അവന്റെ ന്യായപ്രമാണം അവര് അനുസരിച്ചതുമില്ല. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗം ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 1 സാമുവേൽ ചാപ്റ്റർ 12 ഒരു വാക്യം നമ്മൾ വായിച്ചല്ലോ, 9 വാക്യമാണ്. അത് നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. 1 സാമുവേൽ ചാപ്റ്റർ 12 വേഴ്സ് 9. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ അവൻ അവരെ ഹാസോരിലെ സേനാപതിയായ സീസരയുടെ കയ്യിലും ഫെലിസ്ത്യരുടെ കയ്യിലും മോവാബ് രാജാവിന്റെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അവനോട് യുദ്ധം ചെയ്തു. നമ്മളുടെ കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. ഞാൻ ഓർപ്പിച്ചു, കുവൈറ്റിൽ നിന്ന് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം വന്നു. വളരെ ലേറ്റായിട്ടാണ് അവർ ഞങ്ങളെ വിളിച്ചത്. 1-2 ദിവസം മാത്രമേ അവരിവിടെ ഉള്ളൂ. സ്തോത്രമെങ്കിലും രാത്രിയിൽ ഞങ്ങൾ കുടുംബമായും മക്കളുമായിട്ടെല്ലാം ചെന്ന് അവരെ കണ്ടു. അതിന്റെ കാരണമുണ്ട്. ഞങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഞങ്ങൾ വിവിധ നിലകളിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ഞങ്ങളോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഒരു കുടുംബമായിരുന്നു ആ കുടുംബം. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് മാനുഷികമായ നിലയിൽ ഞങ്ങൾ അവരെ കാണാൻ പോയത്. സ്തോത്രം. നമ്മൾക്ക് മറക്കുവാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അവർ വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കും, എന്നാൽ അവരെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ബുദ്ധിയോ തീരുമാന ശക്തിയോ ഒന്നും അവർക്ക് കണ്ടെന്നിരിക്കത്തില്ല. എങ്കിലും നമുക്കവരെ മറക്കുവാൻ പാടില്ല. നമ്മെ സ്നേഹിക്കുന്ന ചിലരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, നമുക്കവരെ മറക്കുവാൻ കഴിയത്തില്ല. അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയാത്തതാണ് നമ്മുടെ
ദൈവത്തെ നമ്മൾ മറക്കരുത്. ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത് കുഞ്ഞെ എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ. സ്തോത്രം. ഈ ഇസ്രായേൽ മക്കൾ ഒരിക്കലും ദൈവത്തെ മറന്നുകൂടാത്തവരാണ്. എന്ത് കാര്യങ്ങളാണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. എന്നാൽ പലപ്പോഴായി അവർ ദൈവത്തെ മറന്നു. ദൈവത്തെ ഒരുവൻ മറക്കാതിരുന്നാൽ എന്താ ഗുണം? ദൈവത്തെ മറന്നാൽ എന്തു പറ്റും? ദൈവത്തെ മറന്നാൽ ശത്രുവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. യുദ്ധം വരും, അവര് യുദ്ധം ചെയ്യേണ്ടി വരും, പരാജയപ്പെടും. എന്നാൽ ദൈവത്തെ മറക്കാതിരുന്നാൽ ഒരു ശത്രുവും അവരെ നേരെ നിൽക്കുകയില്ല. അതുകൊണ്ട് പ്രതികൂലമൊന്നും വരത്തില്ലെന്നല്ല. പ്രതികൂലങ്ങൾ വന്നേക്കാം, യുദ്ധങ്ങൾ വന്നേക്കാം. പക്ഷെ ദൈവം ജയിക്കാനായിട്ട് ശത്രുവിനെ അനുവദിക്കത്തില്ല. അതിന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചേക്കുക. കാര്യം എനിക്ക് ഒരാഗ്രഹമുണ്ട്, എൻ്റെ ദൈവത്തെ ഒരിക്കലും മറക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്കൊന്നും പോകണ്ട, കുടുംബജീവിതമൊന്നും വേണ്ട, നമ്മുടെ മറ്റു ഉത്തരവാദിത്വങ്ങളൊന്നും ചെയ്യണ്ട, എപ്പോഴും ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞിരുന്നാൽ മതിയെന്നല്ല അതിന്റെ അർത്ഥം. മാനുഷികമായ എല്ലാ കടപ്പാടുകളും നമുക്കുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏദനിൽ ജോലി ചെയ്യുവാനും തോട്ടം കാക്കാനുമാണ് അവരെ ആക്കിയത്. ദൈവം സ്ഥാപിച്ച ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ വിവാഹ ജീവിതമാണ്, കുടുംബജീവിതമാണ്. ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ദൈവത്തെ മറക്കരുത്. ഇതിനെല്ലാം പ്രാപ്തി തന്നത്, ജോലി തന്നത്, ബുദ്ധി തന്നത്, വീട് തന്നത്, കുടുംബം തന്നത് എല്ലാം ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ എല്ലാത്തിൻ്റെയും മുമ്പിൽ വെക്കണം. ദൈവത്തെ ഒരിക്കലും നമ്മൾ മറന്നു കളഞ്ഞിട്ട് ഒരു തീരുമാനമെടുക്കുവാൻ പാടില്ല. ഒന്നിനും നമ്മൾ സ്റ്റെപ്പ് വെക്കുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ യഹോവയെ നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ ദൈവം നമ്മെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. സ്തോത്രം. എന്നാൽ ഇസ്രായേലിന്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അവര് ദൈവത്തെ മറന്നു. സ്തോത്രം. അവര് ദൈവത്തെ മറന്നതിന്റെ ഫലമായിട്ട് ദൈവം അവരെ ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുത്തു. ശത്രു നശിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ല. ദൈവത്തിന്റെ ആഗ്രഹം അവരങ്ങനെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു മാനസാന്തരം വരണം. അങ്ങനെ അവർ മാനസാന്തരപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാനായിട്ട് അവർക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് വിട്ടതാ, ഇവരെ വിടുവിക്ക്, മടക്കിത്ത എന്ന് പറയാൻ ഒരാൾ വേണമെന്ന് ദൈവം ആഗ്രഹിച്ചു. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്നപ്പോ ഒരു വാക്യം ഞാൻ അന്വേഷിച്ചു. സ്തോത്രം. ഞാനത് കണ്ടുപിടിച്ച് യിരെമ്യാപ്രവചനത്തിൽ നിന്നാണ് ആ വാക്യം ഞാൻ കണ്ടുപിടിച്ചത്. യിരെമ്യാപ്രവചനത്തിന്റെ ഒരു വാക്യം നോക്കാം. അതിന്റെ യിരെമ്യാപ്രവചനത്തിലെ ഒരു വാക്യം ഞാൻ 2:13 വാക്യം, ജെറമായ ചാപ്റ്റർ 2 വേഴ്സ് 13. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ട കിണറുകളെ തന്നെ കുടിച്ചു. മതി. എന്റെ ജനം 2 ദോഷം ചെയ്തു. ജീവജലത്തിന്റെ ഉറവയാണ് ഞാൻ, ദൈവം പറയുക. എന്നാൽ അവരെന്നെ ഉപേക്ഷിച്ചു. അവർക്ക് എന്നെ വേണ്ട. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർക്ക് വേണ്ട. പിന്നെ അവരെന്താ ചെയ്തു? അവര് പൊട്ട കിണറുകളെ കുഴിച്ചിരിക്കുന്നു. അതിനകത്തൊന്നുമില്ല, ഒരാശ്വാസത്തിനൊന്നുമില്ല. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, ഓൾ മൈ സോഴ്സസ് ആർ ഇൻ യു. എന്റെ ഉറവകളൊക്കെയും നിങ്കലാകുന്നു, നിന്നിലല്ലോ. സ്തോത്രം. അത് ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയാതെ അതിനെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ജ്ഞാനം കൊണ്ട്, അവരുടെ കഴിവുകൾ കൊണ്ട്, അവരുടെ പ്ലാനുകൾ കൊണ്ട് അവര് ജീവനില്ലാത്ത പൊട്ടക്കുഴികളെ, പ്ലാനുകളെയൊക്കെ തയ്യാറാക്കി. അതിനകത്ത് അവര് തന്നെ വീണുപോയി. സ്തോത്രം. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, ഈ ജനം കവർച്ചയായിപ്പോയി, മോഷ്ടിക്കപ്പെട്ടു പോയി, കുഴിയിൽ അകപ്പെട്ടു പോയി. സ്തോത്രം. അവര് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു പോയി. മടക്കി തരുവാൻ ആരും അവരെ കുറിച്ച്
പറയുന്നില്ല. സ്തോത്രം. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന് രണ്ട് വാക്യം കൂടെ അതുമായി ബന്ധപ്പെട്ടത് ഞാൻ കാണുകയുണ്ടായി. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം ഈ ജനത്തെ അങ്ങനെ വിട്ടുകൊടുക്കുവാനല്ല, ദൈവത്തെ മറക്കുവാൻ അവർക്ക് ഇടയായി. ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ജനത്തെ എനിക്ക് വിടുവിക്കണമെന്നാണ്. ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടത് പഴയ നിയമത്തിലെ ജോസഫിനെയാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് കുഴിച്ച പൊട്ട കിണറുകളിനകത്ത് നമ്മൾ വീഴേണ്ടി വന്നേക്കാം. എന്നാൽ ചിലപ്പം ശത്രുക്കൾ അസൂയ കൊണ്ട് നമ്മെ പൊട്ടക്കിഴിലിട്ടെന്ന് വന്നേക്കാം, അല്ലേ? നമ്മൾ ജോസഫിനെ, പഴയ നിയമത്തിലെ ജോസഫിനെ നമുക്ക് നന്നായിട്ട് അറിയാം. അത് ജോസഫ് എന്തെങ്കിലും ചെയ്ത തെറ്റുകൊണ്ടല്ല. അപ്പൻ ജോസഫിനെ സ്നേഹിച്ചിരുന്നു. അപ്പൻ പ്രത്യേകമായ ഒരു ഫാൻസി ഡ്രസ്സൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് ദൈവം തന്നെ ചില വിഷനൊക്കെ കൊടുത്തായിരുന്നു. അതിന്റെ അസൂയ കൊണ്ട് ഈ സഹോദരന്മാരെല്ലാം കൂടെ പിടിച്ചവനെ പൊട്ടക്കിണറ്റിലിട്ട്, ഇനി ഒരിക്കലും അവൻ കയറി വരത്തില്ലെന്ന് പറഞ്ഞ് അവനെ പൊട്ടക്കുഴിയിൽ ഇട്ട് കളഞ്ഞെന്ന് നമ്മൾ വായിക്കുന്നു. ചിലപ്പോൾ ശത്രുക്കൾ അവരുടെ അസൂയ കൊണ്ട് നമ്മളെ അങ്ങനെയുള്ള പൊട്ടക്കുഴിയുടെ അവസ്ഥയിൽ, അടിമത്വത്തിൽ നമ്മെ ഇട്ടു എന്ന് വന്നേക്കാം. പെട്ടെന്ന് വേറൊരാളുടെ കാര്യം ഇന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് യിരെമ്യാ പ്രവാചകന്റെ കാര്യമാണ്. യിരെമ്യാ പ്രവചനം 38 അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 7 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. സ്തോത്രം. പ്രവാചകനായ യിരെമ്യാവ് ദൈവത്തിന്റെ ആലോചന പ്രകാരം ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കപ്പെട്ടയാളാണ്. പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ദൈവം എന്തു പറയുന്നോ അത് എവിടെ ചെന്ന് പറയണോ അവിടെ ചെന്ന് പറയേണ്ടവരാണ് പ്രവാചകന്മാർ. അവർക്ക് എപ്പോഴും നല്ല സ്വീകരണമൊന്നും ആയിരിക്കില്ല കിട്ടുന്നത്. പുരോഹിതന്മാരാണെങ്കിൽ അവർക്ക് ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് അവരങ്ങ് ചെയ്താൽ മതി. അവർക്ക് ചില ഓഹരികളൊക്കെ ഉണ്ട്, അവർക്ക് ചില ഡ്രസ്സൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക്. എന്നാൽ പ്രവാചക ശുശ്രൂഷ അങ്ങനെയല്ല. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ആരുടെയും മുഖം നോക്കാതെ ദൈവം പറയുന്നിടത്ത് എന്ന് പറയുവാൻ കടപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അവരിൽ ഒരാളായിരുന്നു പ്രവാചകനായ യിരെമ്യാവ്. ദൈവം അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ദേശത്തിന്റെ അകൃത്യത്തെക്കുറിച്ചും അതിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ എന്താ ഭവിഷ്യത്തെന്നും ഒക്കെയാണ്. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞ പട്ടണവാതിക്കൽ ചെന്ന് പറയാനും ദേവാലയത്തിന്റെ വാതിക്കൽ ചെന്ന് പറയാനൊക്കെ പറഞ്ഞപ്പോൾ മടി കൂടാതെ അദ്ദേഹം ചെയ്തു. അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ കന്നത്ത് അവർ അടിച്ചു. പുരോഹിതന്മാർ പോലും അദ്ദേഹത്തെ അടിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ രാജാവിന്റെ അരികിൽ ചെന്ന് പറയും, രാജാവേ, ഇവൻ ഒരിക്കലും നമുക്ക് ഗുണമായിട്ടൊന്നും പറയത്തില്ല, ഇവന്റെ പ്രവചനം മുഴുവനും നമുക്ക് ദോഷമായിട്ടാണ്. നിങ്ങൾ അവനെ എന്ത് വേണ്ടി ചെയ്തു? ശരി, അവനെ ജീവനോടെ പിടിച്ച് ഒരു കാരാഗ്രഹത്തിൽ ആദ്യം വിട്ടു, പിന്നെ അതും പോരാതെ വന്നിട്ട് അവരൊരു പൊട്ടക്കുഴിയിലിട്ടു. അതാ നമ്മൾ 38 അധ്യായത്തിൽ വായിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ 4 മുതലുള്ള വാക്യം ഞാൻ വായിക്കുക, ഈ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യം വരുത്തുന്നത് കൊണ്ട് അവനെ കൊന്നുകളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിന്റെ നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ല എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവിനെ പിടിച്ച് കാവൽപുരം മുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിന്റെ കുഴിയിലിറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവിനെ ഇറക്കി കുഴിയിൽ ഇട്ടത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലാതിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. സ്തോത്രം. നോക്കുക, ഇവിടെ യിരെമ്യാവ് കുഴിയിൽ പോയി. അവൻ കുഴിയിൽ പോയത് താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല, ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ്, ദൈവം പറഞ്ഞത് കേട്ടത് കൊണ്ടാണ്. സ്തോത്രം. എങ്ങനെയാ കുഴിയിൽ നിന്ന് കയറി വരും? അതിൽ നിന്ന് ഇനിയും വരാൻ പോകുന്നില്ലെന്നായിരിക്കും ഈ വിട്ടവർ വിചാരിച്ചത്. യോസഫിനെ കുറിച്ചും അങ്ങനെയല്ലേ വിചാരിച്ചത്. എന്നാൽ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ അവരെ ആഴമുള്ള സമുദ്രത്തിൽ നിന്നും മടക്കി വരുത്തും. സ്തോത്രം. ആഴമുള്ള സമുദ്രത്തിലേക്ക് തള്ളിയിട്ടത് ശത്രുവായിരിക്കാം,
ശത്രുക്കളായിരിക്കാം, അസൂയ കൊണ്ടായിരിക്കാം, ഇനിയും ഒരിക്കലും അവർ കയറി വരത്തില്ലെന്നായിരിക്കും അവരുടെ ചിന്ത. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ എന്റെ ജനത്തെ സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്നും മടക്കി വരുത്തും, അവരെ ഞാൻ വിടുവിക്കും. യോസേപ്പിനെ ദൈവം ആ കാരാഗ്രഹത്തിൽ നിന്നും പൊട്ടക്കുഴി കിണറ്റിൽ നിന്നുമൊക്കെ മടക്കി വരുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ യിരെമ്യാവ് ദൈവിക ശുശ്രൂഷ ചെയ്തിട്ടും അദ്ദേഹത്തെ ആ ചെളിക്കുള്ള കുഴിയിൽ ഇറക്കി വിട്ടു. അപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു, അവന്റെ പേരെന്നറിയാമോ? 7-ാം വാക്യം, അവർ യിരെമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗ്രഹത്തിൽ ഉണ്ടായിരുന്ന കൂശ്യനായ ഏബദ് മേലോക്ക് എന്ന ഷണ്ണൻ കേട്ടു. അവൻ ബെന്യാമീൻ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. ഏബദ് മേലോക്ക് രാജഗ്രഹത്തിൽ ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനനായ രാജാവേ, ഈ മനുഷ്യൻ യിരെമ്യാ പ്രവാചകനോട് ചെയ്തൊക്കെയും അന്യായമത്രേ. അവർ അവനെ കുഴിയിൽ ഇട്ടുകളഞ്ഞു. നഗരത്തിൽ അപ്പമില്ലായികയാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളൂ. സ്തോത്രം. അവിടെ നമ്മൾ താഴെ വായിക്കുന്ന ഇങ്ങനെയാണ്, രാജാവ് കൂശ്യനായ ഏബദ് മേലക്കിനോട്, നീ ഇവിടെ നിന്നും 30 ആളെ കൂട്ടിക്കൊണ്ട് എന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അടുത്ത ഭാഗം സമയം ലാഭിക്കാൻ ഞാൻ വായിക്കുന്നില്ല. ആ മനുഷ്യൻ, ഏബദ് മേലക്ക് എന്ന മനുഷ്യൻ തന്റെ ചില ആളുകളുമായി കടന്നുപോയിട്ട് ചില പഴം തുണികളും കയറുമായിട്ടൊക്കെ പോയി ആ കുഴിയിലേക്ക് ഇറക്കി കൊടുത്തു. എന്നിട്ട് യിരെമ്യാവിനോട് പറഞ്ഞു, ഇത് നിന്റെ കക്ഷത്തിൽ നീ വെക്കി തുണി, എന്നിട്ട് കയറതിന്റെ മുകളിലിട്, നിനക്ക് ഹർത്തൊന്നും വരാതിരിക്കാനാണ്, ഞങ്ങൾ നിന്നെ വലിച്ചെടുക്കാമെന്ന് പറഞ്ഞ് കുഴിയിൽ നിന്ന് അദ്ദേഹത്തെ കരകയറ്റി. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? യോസേഫിനെ ആ പൊട്ടക്കുഴിയിൽ നിന്നും കയറ്റിയതുപോലെ ഇസ്രായേൽ മക്കളെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഈ യിരെമ്യാവിനെ ചെളിക്കുഴിയിൽ നിന്ന് കയറ്റിയതുപോലെ ദൈവത്തിന്റെ ജനത്തെ അവരുടെ ആ അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം അന്വേഷിക്കുന്നത് ഈ കൂശ്യനായ മനുഷ്യനെ പോലെ ആരെങ്കിലും മനസ്സലിവുള്ളവരുണ്ടോ? രാജാവേ, ഇവരൊരു ദോഷവും ചെയ്തിട്ടില്ല, ഇവൻ അവിടെ കിടന്ന് ചാകുമെന്ന് പറഞ്ഞ് രാജാവിനോട് പക്ഷപാതം ചെയ്തതുപോലെ, അപേക്ഷിച്ചതുപോലെ, സ്തോത്രം, നമ്മുടെ ദൈവത്തോട് അപേക്ഷിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. നമ്മൾക്ക് മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കുവാനായിട്ടുണ്ടല്ലോ. സ്തോത്രം. യെശയ്യാ നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് നമ്മൾ കാണുന്ന യെശയ്യാ പ്രവചനം 42 നമ്മൾ വായിച്ചത് അങ്ങനെയാണല്ലോ, കവർച്ചയായും മോഷ്ടിക്കപ്പെട്ടും പോയതായ ജനമാകുന്നു ഇവരെ മടക്കി വരുത്തുവാൻ ആരും ആവശ്യപ്പെടുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച വാക്യം സഖറിയാ പ്രവചനത്തിൽ ഒരു വാക്യമാണ്. സഖറിയാ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. സഖറിയാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. സഖറിയ ചാപ്റ്റർ 9 വേഴ്സ് 11 onwards. നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ മതി. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. സ്തോത്രം. മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചാൽ അക്ഷരികമായി ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ നടന്ന ചില സംഭവങ്ങളാണ്. അവരെ ശത്രുക്കൾ ആക്രമിച്ചതും അവര് അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നതും യുദ്ധത്തെക്കുറിച്ചും വില്ലുകളെക്കുറിച്ചും വാളുകളെക്കുറിച്ചും ഒക്കെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം ആ ജനത്തിനുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നല്ലോ, നീയോ എന്റെ നിയമരക്തം ഹേതുവായി
ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുകയും. നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ് അവരുടെ പ്രത്യാശ? ലേവ്യ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ലേവ്യ പുസ്തകം, അതിന്റെ ലേവ്യ പുസ്തകത്തിൽ നമുക്ക് 26-ാം അധ്യായത്തിന്റെ ഈ 42 മുതലുള്ള വാക്യങ്ങൾ. ലേവ്യ ചാപ്റ്റർ 26, 42 ഓൺവേർഡ്സ്. മതി, താഴോട്ട് നിങ്ങൾ വായിക്കണം. പിന്നെ സമയം പ്രതി വായിച്ചാൽ മതി. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ഈ ജനത്തോട് പലപ്പോഴായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. മിസ്രയീമിൽ നിന്നും രക്തം അടയാളമായിട്ട് അവരെ വിടുവിച്ചതാണ്. അവര് സീനായിൽ വന്നപ്പോൾ രക്തം കൊണ്ട് മോശ അവരെ ഒരു ഉടമ്പടി ചെയ്യിച്ചതാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ ബദ്ധന്മാർ എന്നാണ് നമ്മൾ വായിക്കുന്നത്, എന്റെ വൃതന്മാർ. അപ്പം ദൈവം രക്തം കൊണ്ട് ഈ ജനത്തോട് ഉടമ്പടി ചെയ്താണ്. ഈ ജനം അനുസരണക്കേട് കാണിച്ച് ഇവര് പ്രവാസത്തിലേക്ക് പോയാൽ, ശത്രുക്കൾ ഇവരെ ആക്രമിച്ചാൽ, അവര് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ഞാൻ അവരെ വിടുവിക്കും. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള എന്റെ ഉടമ്പടിയെ ഞാൻ മറന്നു കളയത്തില്ല. ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മളത് വായിക്കുന്നത് ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. ആവർത്തനം 30-4. Deuteronomy chapter 30 verse 4. മതി, മുകളിലുള്ള വാക്യം കൂടെ ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കത്തുള്ളൂ. സമയക്കുറവുകൊണ്ട് ഞാനത് വായിക്കുവാൻ സമയമെടുക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ രക്ത ഉടമ്പടിക്ക് ദൈവം മാറ്റം വരുത്തത്തില്ല. ഭൂമിയുടെ ഏത് അറുതിയിൽ അവർ പോയാലും അവരെ മടക്കി വരുത്തുമെന്നും ശത്രുവിന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്നും ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം പറയുകയാണ് സക്കറിയാവിലൂടെ, ദൈവത്തിന്റെ നിയമ രക്തത്തിന്റെ കാരണത്താൽ പിതാക്കന്മാരോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്താൽ ബദ്ധന്മാരെ നിങ്ങൾ മടങ്ങി വരുവീൻ. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയ്ക്കകത്തേക്ക് മടങ്ങി വരുവീൻ എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ അവരോട് ഓർപ്പിക്കുന്നത്. ഈ ജനം പ്രവാസത്തിലേക്ക് പോകുവാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ വളരെ ചുരുക്കി പറയാം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. ഐസയ്യാ ചാപ്റ്റർ 5 വേഴ്സ് 13. മതി, ആ ഒരു വാക്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്റെ ജനം അറിവില്ലായികയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജനം പ്രവാസത്തിലേക്ക് പോകുന്നത്? അറിവില്ലായ്മ കൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ധാരാളം നഷ്ടങ്ങൾ സംഭവിക്കും, പലതും സംഭവിക്കും. നമ്മൾ അറിവുള്ളവരായിരിക്കണം. സ്വർഗത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ള അറിവ് നമുക്ക് വേണം. കുടുംബ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിവ് വേണം. ആത്മീയ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് നമുക്ക് അറിവ് വേണം. ഈ അറിവില്ലാത്തത് കൊണ്ട് അനേകരും കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്നു, സഭാജീവിതത്തിൽ പരാജയപ്പെടുന്നു, നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു. കാര്യം സ്വർഗത്തിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഈ ജനം അറിവില്ലായ്മ കൊണ്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഞാൻ എന്റെ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരട്ടെ. യേശു കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ജനത്തോട് പറയുകയാണ്, എന്നെ ദൈവം അയച്ചിരിക്കുന്നത്
യഹോവയുടെ പ്രസാദ വർഷം ഘോഷിക്കുവാനാണ്. ബദ്ധന്മാരായി പോയിരിക്കുന്നവരെ, ആ തടവിലായിരിക്കുന്നവരെ, ദുഃഖത്തിലായിരിക്കുന്നവരെ, ആ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, ദണ്ഡിപ്പിക്കുന്ന ആത്മാവിനാൽ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് അവരെങ്ങനെയൊക്കെ പ്രവാസത്തിൽ പോയാലും അടിമകളായി പോയാലും അവരുടെ തെറ്റുകൊണ്ടാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത്. യേശുവിനെ അവർ ക്രൂശിച്ചത് അറിവില്ലായ്മ കൊണ്ടല്ലേ. അവര് പറഞ്ഞത് എന്താണ്? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. എന്നാൽ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഇവര് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇവർ ആരോടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇവരുടെ പരിണിത ഫലം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നീ അവരോട് ക്ഷമിക്കണം. നോക്കുക, അറിവില്ലായ്മ കൊണ്ട് എന്റെ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ ഈ വചനത്തിലൂടെ ഓർപ്പിക്കുവാനുള്ളത്, ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ദൈവമക്കൾക്ക് മുന്നറിയിപ്പുകളാണ്. അവര് ദൈവത്തെ മറന്നു കളഞ്ഞതിനാൽ, ജീവജലത്തെ ഉപേക്ഷിച്ച് പൊട്ടക്കുഴികളെ കുഴിച്ചതിനാൽ, അജ്ഞാനികളായി തീർന്നതിനാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. കടിയിലും കുടുക്കിലും കാരാഗ്രഹത്തിലും പട്ടിണിയിലുമൊക്കെയായി, കവർച്ചയായി, മോഷ്ടിക്കപ്പെട്ടുമായി പോയി. എങ്കിലും ഒരു ദിവസം അവരെ രക്ഷിക്കുവാൻ കർത്താവ് ഇറങ്ങി വരും. അവരെ പൂർണ്ണമായി രക്ഷിക്കും. എന്നാൽ അവർ ചില കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും. അത് മഹോദ്രവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അവരുടെ ശുദ്ധീകരണത്തിനും അവരെ വിടുവിക്കുവാനും വേണ്ടി കൂടെയാണെന്നും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മീയമായിട്ട് ഇന്ന് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ, ദൈവജനം ഇന്ന് ഇതുപോലെ നമ്മൾ ഒരുപക്ഷെ വേറൊരു രാജ്യത്തിന്റെ അടിമകളായി പോയില്ലായിരിക്കാം. എന്നാൽ പൈശാചിക ശക്തികൾ ആക്രമിച്ച് പലരെയും അടിമപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. അവര് മോഷ്ടിക്കപ്പെട്ടു പോയി, കവർച്ചയായി പോയി, കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോയി. കാരാഗ്രഹത്തിൽ അകപ്പെട്ടാൽ കുഴിയിലും കുഴിയിലും കുണ്ടറയിലും ഒക്കെ പോയാലുള്ള അവസ്ഥ എന്താണ്? അതൊരു സന്തോഷമില്ലാത്ത അവസ്ഥയാണ്, സമാധാനമില്ലാത്ത അവസ്ഥയാണ്, സ്വയമായിട്ടൊരു തീരുമാനമെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെയാണ് അനേകം ആളുകൾ. സ്തോത്രം. പല നിലകളിൽ അവര് ആ അടിമകളായി പോകുവാൻ സാധ്യതയുണ്ട്. അനുസരണക്കേടിന്റെ ഫലമായി തങ്ങളുടെ ആ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ട് അവർ അടിമകളായി പോകുവാൻ സാധ്യതയുണ്ട്. പിശാചിന്റെ കാര്യം, അവന്റെ ജോലി അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക, ദൈവമായുള്ള കൂട്ടായ്മ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ജോലി. ചില ആളുകളുടെ ബന്ധത്തിൽ അവരുടെ പ്രൈഡിന് അടിമകളാണ്. ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, ദൈവത്തിന് പ്രസാദകരമായിട്ടെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ അടിമകളായിട്ട് അവരുടെ ആ ചിന്താഗതികൾക്ക് അടിമകളായി കഴിയുന്നവരുണ്ട്. ചില ആളുകളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന ചില കൈപ്പേറിയ അനുഭവങ്ങൾ, ചെറുപ്പത്തിലുണ്ടായ ചില ബിറ്റർനെസ്, ഫാമിലിയിൽ നിന്നോ മറ്റാളുകളിൽ നിന്നോ ഉണ്ടായ ചില അബ്യൂസ് പരമായ കാര്യങ്ങളുടെ മുമ്പിൽ ബിറ്റർനെസ് കീപ്പ് ചെയ്തിട്ട് വെറുപ്പ് കാണിച്ച് അതിന് അടിമകളായി കഴിയുന്നവർ ധാരാളമുണ്ട്. ദൈവത്തോട് തന്നെ കോപിച്ച് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ അതിന് അടിമകളായിരിക്കുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ മാനുഷികമായ നിലയിൽ പ്രതികരിക്കുവാൻ പോയാൽ നമ്മൾക്കതിന് പരിഹാരമുണ്ടാകത്തില്ല. നമുക്ക് പരിഹാരമുണ്ടാകുവാൻ, സ്തോത്രം, ദൈവ കൃപയിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവിനെ പിടിക്കുവാനായിട്ട് പടയാളികൾ വാളും കുന്തവുമായി വന്നു. ഗദവസമന തോട്ടത്തിൽ പല പ്രാവശ്യം പോയിട്ടുള്ളത് യൂദയ്ക്കും അറിയാമായിരുന്നു. യൂദയാണ് പടയാളികളുമായി വരുന്നത്. വരുന്ന കണ്ടപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? എന്നെയാണെങ്കിൽ ഞാനാണ് യേശു എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് പത്രോസ് വാളൂരി, എന്റെ ഗുരുവിനെ നീ അറസ്റ്റ് ചെയ്യാൻ വന്നോ എന്ന് ചോദിച്ച് വാളെടുത്തു വെട്ടി.
അപ്പോൾ യേശു പത്രോസിനോട് എന്താ പറഞ്ഞേ? പത്രോസേ, വാള് ഉറയിലിട്. എന്റെ പിതാവ് കുടിക്കാൻ തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ? എന്റെ പിതാവ് തന്ന ഈ പാനപാത്രത്തെ വാളുകൊണ്ടും വടികൊണ്ടുമല്ല പത്രോസെ എതിരിടേണ്ടത്, ദൈവകൃപ കൊണ്ടാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ നമ്മെ കടത്തിവിടുവാൻ ആഗ്രഹിച്ചാൽ അതിന് മാനുഷികമായ ബുദ്ധിയോ തന്ത്രങ്ങളോ പ്രതികാരമോ ഉപയോഗിച്ച് നമ്മൾക്കെതിരിട്ടാൽ ജയിക്കാൻ പോകുന്നില്ല. ജോസഫിനോടുള്ള ബന്ധത്തിൽ സ്വന്തം സഹോദരന്മാരാണ് അവനോട് വെറുപ്പ് കാണിച്ചത്, അസൂയ കാണിച്ച് ഉപദ്രവിച്ചത്. അവസരം കിട്ടുമ്പോൾ അവനോട് പ്രതികരിക്കാമെന്ന് വിചാരിച്ച് യോസഫ് മസിൽ ഉപയോഗിച്ചില്ല, ദൈവകൃപയിൽ ആശ്രയിച്ചു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ, നമ്മുടെ ബിറ്റർനെസ്, നമ്മുടെ കോപം, നമ്മുടെ ആ വെറുപ്പ്, ഇതൊക്കെ നാം വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനടിമകളായി പോകത്തേയുള്ളൂ. എന്നാൽ യേശു പറഞ്ഞത് ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യവും നൽകുവാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു പരാജയമായിരിക്കും നമ്മെ അടിമപ്പെടുത്തുന്നത്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നല്ലോ, ഞാൻ ആ ബുദ്ധികേട് കാണിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ ആ തീരുമാനം എടുത്തുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ അതിനങ്ങ് അടിമകളായി പോയേക്കാം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ആഖാൻ സംഭവിച്ചത്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ഈ ജാതികളുടെ സമ്പത്തുണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾക്കുള്ള, നിങ്ങൾക്ക് തന്നേക്കാം. പക്ഷെ ഒരു കാര്യം, ആദ്യം നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന എരിഹോക്കാരുടെ വെള്ളിയോ പൊന്നോ ഒന്നും സമ്പത്തൊന്നും നിങ്ങൾ എടുക്കരുത്, അതെല്ലാം എനിക്കായിട്ട് വേറെ മാറ്റി വെച്ചേക്കണം, എന്റേതാണ്. എന്നാൽ അത് അവരനുസരിച്ചില്ല. ഒരുത്തൻ ചെന്നിട്ട് അതിനകത്തുനിന്ന് സ്വർണവും വെള്ളിയും വിശേഷ വസ്ത്രങ്ങളെല്ലാം മോഷ്ടിച്ചു, അതിനെ ഒളിച്ചു വെച്ചു. ദൈവത്തിന് കൊടുക്കേണ്ടത് അവന് സമർപ്പിച്ചില്ല. സ്തോത്രം. അതിന്റെ ഫലമായിട്ട് വലിയ പരാജയം ഉണ്ടായി. ഒടുവിൽ യോശുവ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്നപ്പം ആഖാനെ കണ്ടുപിടിച്ചു. അവന്റെ കാര്യങ്ങളൊക്കെ അവന് അപ്പോഴാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, കുഞ്ഞെ, ഇനിയും അതിന് പരിഹാരമൊന്നുമില്ല, നീ ഞങ്ങളെല്ലാം കഷ്ടത്തിലാക്കിയല്ലോ, ഇങ്ങനെ ചെയ്ത് എന്താന്ന് പറഞ്ഞ് ആഖാനെയും അവന്റെ ഭാര്യയെയും പിള്ളാരെയും എല്ലാം കൂടെ കൊണ്ടുവന്ന് ആഖോർ താഴ്വരയിൽ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. എല്ലാവരും കൂടെ കല്ലെറിഞ്ഞു കൊല്ലുക. അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോ ആഖാന്റെ ചിന്ത എന്തായിരിക്കും? കല്ലേറ് കൊണ്ട് ചാകുന്നതിനെക്കാട്ടിൽ അവന്റെ ഭാര്യയെ മക്കളെ നോക്കുമ്പോൾ അവൻ വിചാരിക്കുന്നേ, അയ്യോ, ഞാൻ മൂലമാണല്ലോ ഇവരും കൂടെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നത്, ഞാൻ മൂലമാണല്ലോ ഈ എന്റെ ഭോഷത്വം കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ആ ഒരു പ്രയാസം, ദുഃഖം എന്ന് പറയുന്നത് കല്ലേറ് കൊള്ളുന്നതിനെക്കാട്ടിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ദൈവം പറയുന്നു, വേറൊരു വാക്യമുണ്ടല്ലോ, നമ്മൾ ഹോശിയ പ്രവചനത്തിലാണ് തോന്നുന്നു ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ആഖോർ താഴ്വരെ ഞാൻ. ഹോശിയ പ്രവചനത്തിലെ ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സംസാരിക്കും, അവിടെ നിന്ന് ഞാൻ അവർക്ക് മുദ്രത്തോട്ടങ്ങളും പ്രത്യാശവാനായ ആഖോർ താഴ്വരയും കൊടുക്കും. മതി. എത്ര വാക്യാണത്? ഹോശിയ 2:14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവൾക്ക് ആഖോർ താഴ്വരെ പ്രത്യാശയുടെ വാതിലാക്കി ഞാൻ മാറ്റും. നിരാശയുടെ, ദുഃഖത്തിന്റെ, പരാജയത്തിന്റെ, ഞാൻ മൂലമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, എന്റെ ബുദ്ധികേട് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, എന്റെ തിരഞ്ഞെടുപ്പ് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അടിമപ്പെട്ടിരിക്കുന്ന നിരാശയുടെ ആ ഇടത്തെ ഞാൻ പ്രത്യാശയുടെ വാതിലാക്കി മാറ്റും എന്നാണ് ദൈവാത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത്? വാസ്തവമായിട്ട് ഒരു റിയൽ റിപ്പൻഡൻസിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ദൈവം നമ്മുടെ അടിമത്വത്തെ മാറ്റി, നമ്മുടെ നിരാശകളെ മാറ്റി, നമ്മുടെ ആ കുണ്ടറകളെയും കാരാഗ്രഹത്തിന്റെ അവസ്ഥകളെയും എല്ലാം മാറ്റി പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും അനുഭവത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം ശക്തനാണ്. യേശു കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. യേശു കടന്നു വന്നത് നമ്മുടെ ഭോഷത്വങ്ങൾ കൊണ്ടോ, നമ്മുടെ അറിവില്ലായ്മകൾ കൊണ്ടോ,
നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ടോ എങ്ങനെയാണെങ്കിലും നാം അകപ്പെട്ടു പോയ കാരാഗ്രഹത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, വിഷണ്ണ മനസ്സിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ആനന്ദവും സന്തോഷവും ഉള്ളവരാക്കി നമ്മെ തീർക്കുവാനാണ്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നൽകുവാനിടയായി തീരും. നമ്മൾ ഇന്ന് ആരാധനയിൽ കടന്നു വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റി. നമുക്ക് ദൈവം പ്രത്യാശ നൽകി. ആ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നാം ഇന്ന് ദൈവസനയിൽ സന്തോഷിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് കാരാഗ്രഹത്തിൽ നിന്നും നമ്മെ വിടുവിക്കണമെന്നാണ്, കുണ്ടറയിൽ നിന്നും നമ്മെ വിടുവിക്കണമെന്നാണ്. അസൂയ കൊണ്ട് ശത്രുക്കൾ ചെയ്താലും, മറ്റു മനുഷ്യര് ചെയ്താലും, പിശാച് ചെയ്താലും, നമ്മുടെ തന്നെ ഭോഷത്വങ്ങൾ കൊണ്ട് നാം അകപ്പെട്ടു പോയാലും എല്ലാറ്റിനും പരിഹാരമുണ്ട്. യേശുവിന്റെ പക്കൽ എല്ലാത്തിനും വിടുതലുണ്ട്. റിയലായിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സറിയണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിന്റെ അരികിൽ വരുന്ന ഒരൊറ്റ വ്യക്തികളെ പോലും അവൻ തള്ളിക്കളയുകയില്ല. അവൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ശക്തനായ ദൈവമാണ്. ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ ആത്മാവെന്റെ മേലുണ്ട്. സ്തോത്രം. അങ്ങനെ വിടുതൽ പ്രാപിച്ച നമ്മൾ ഇനി ഇരുന്ന് എന്നെ ദൈവം വിടുവിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ മാത്രമല്ല, ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്താം. അതിനകത്ത് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. 4-ാം വാക്യം, യെശയ്യാ 61-ാം അധ്യായമാണല്ലോ നമ്മൾ വായിച്ചത്. 4-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ദൈവമക്കളെ, ഇന്ന് അനേകരും തലമുറ തലമുറയായി കേടുപിടിച്ചു കിടക്കുന്നവരാണ്. തലമുറ തലമുറയായി നിർജ്ജനമായും ശൂന്യമായും പോയ ഒരു നഗരം പോലെയാണ്. അങ്ങനെയുള്ളവരെ കേടുപോക്കുവാൻ, നന്നാക്കുവാൻ, ഈ നന്നാക്കുന്ന യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യപ്പെടുത്തിയവരുടെ ജോലിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തട്ടെ. നമ്മെ തന്നെ ഒരു സ്വയപരിശോധന ചെയ്യാം. ഞാൻ ഇതിൽ ഏത് കൂട്ടത്തിലാണ്? യേശു വന്ന് തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനാണ്. ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ, പീഡിതരെ വിടുവിച്ചെടുക്കുവാൻ, സ്തോത്രം, ദുഃഖിതർക്ക് ആശ്വാസം നൽകുവാൻ, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നൽകുവാൻ. അത് എന്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നും ആ അടിമത്തത്തിലാണോ? അറിവ് കേടുകൊണ്ട് അടിമത്തത്തിലാകാം, അഹങ്കാരം കൊണ്ട് അടിമത്തത്തിലാകാം, ബിറ്റർനെസ് കൊണ്ട്, പക കൊണ്ട് നമ്മെ ഉപദ്രവിച്ചിട്ടുള്ളവരെ കുറിച്ചോ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വന്നതുകൊണ്ട് ദൈവത്തെക്കുറിച്ചോ ദേഷ്യപ്പെട്ട് അതിനടിമകളായിട്ടിരിക്കാം. നമ്മുടെ മസിൽ പിടുത്തം കൊണ്ട് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകത്തില്ല. നമ്മുടെ വാളുകൊണ്ടല്ല, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പാനപാത്രത്തെ നമ്മൾ കുടിക്കേണ്ടത്, പരിഹാരമുണ്ടാക്കേണ്ടത് നമ്മുടെ തന്ത്രങ്ങൾ കൊണ്ടല്ല, വാളുകൊണ്ടല്ല, ദൈവകൃപയിൽ ആശ്രയിച്ചാണ്. ദൈവത്തിന്റെ അരികിലേക്ക് നമുക്ക് കടന്നിയല്ല. യേശുവേ, എനിക്ക് സ്വാതന്ത്ര്യം വേണം. ഇന്ന് പകൽക്കാലം നിന്റെ ആത്മാവിനാൽ എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തണം. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ ആത്മീയ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കണം. ആത്മീയ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിച്ചവരാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ പുരാതന ശൂന്യങ്ങളുടെ കേടുപോക്കുന്നവരായി, തലമുറ തലമുറയായി ശൂന്യമായി കിടക്കുന്ന, കേടുപിടിച്ചു കിടക്കുന്ന അനേക ജീവിതങ്ങളെ യേശുവിലേക്ക് നടത്തി അവരെ കേടുപോക്കുവാൻ, നന്നാക്കുവാൻ, ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് മനസ്സുണ്ടോ? ഈ ആരാധനയിൽ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്യുമോ? നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് സമർപ്പിക്കുമോ? ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം.
കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഫേസ്ബുക്കിലൂടെ ആരെല്ലാം ഇത് ശ്രദ്ധിക്കുന്നുവോ അവർക്ക് എല്ലാവർക്കും ഇതൊരു വിടുതലാക്കുമാറാകണമേ കർത്താവേ. നീ വന്നത് വിടുവിക്കുവാൻ വേണ്ടിയാണല്ലോ. ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. അവരുടെ അറിവുകേടുകൾ കൊണ്ട് അവര് പ്രവാസത്തിലേക്ക് പോയി ജീവന്റെ ഉറവയെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകളെ കുഴിച്ചിട്ട് അതിൽ അവര് തന്നെ വീണു. ആമേൻ. എന്നാൽ ആമേൻ ചിലരെ ശത്രുക്കൾ പൊട്ടക്കുഴിയിൽ ഇട്ട് കളഞ്ഞു. എന്നാൽ ജോസേഫിനെ വിടുവിച്ച ദൈവം, യെരമ്യാവിനെ പൊട്ടക്കുഴിയിൽ നിന്ന് വിടുവിച്ച ദൈവം, ഈ ജനത്തെ വിടുവിക്കുവാൻ ശക്തനാണല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടേതായ പാപങ്ങൾ കൊണ്ടോ അറിവില്ലായ്മകൾ കൊണ്ടോ ആരെങ്കിലും അടിമത്വത്തിലായി പോയിരിക്കുന്നെങ്കിൽ ഇത് പകൽക്കാലം ആ ഭാരത്തിൽ നിന്ന് അവരെ വിടുവിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തണമേ കർത്താവേ. വിടുതൽ കൊടുക്കണമേ കർത്താവേ. ഇല്ല, ഇനിയും ഞാൻ പിശാചിന്റെ ഇഷ്ടത്തിന് പോകത്തില്ല, അവന്റെ അടിമയായി ഞാൻ ആകത്തില്ല. ഞാൻ ദൈവപൈതലാണ്. യേശു എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി. ഞാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുവാൻ കർത്താവേ ഇടയാക്കുമാറാകണം.